സുസുക്കി ജിംനിയെ ബേസ് ആക്കിയാണ് മാരുതി ജിപ്സിയെ ഇന്ത്യയിൽ 1985 ലോഞ്ച് ചെയ്തത്. ആദ്യം ഇത് പെട്രോൾ എഞ്ചിനോട് കൂടി വന്ന ഒരു റഗഡ് 4x4 ആയിരുന്നു. ആ സമയത്ത് ജിപ്സിയെ കൂടുതലും ആർമി യൂസിനും പോലീസ് യൂസിനും റാലികൾക്കും വൈൽഡ് ലൈഫ് ഏരിയാസിലും ഒക്കെയാണ് ഉപയോഗിച്ചത്. ജിപ്സിയുടെ ആദ്യകാല മോഡലായിരുന്ന ജിപ്സി MG ഫോർട്ടൻ 1985 ഇറങ്ങിയത്. 970 cc എഞ്ചിനായിരുന്നു ഇതിനുണ്ടായിരുന്നത്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഓഫ് റോഡിലും വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നീട് 1993 ജിപ്സി കിങ് എത്തി. 1.3 ലിറ്റർ എഞ്ചിനാണ് ഇതിനുണ്ടായിരുന്നത്. ആർമി വേണ്ടിയും റാലീസിനും ഒക്കെ വേണ്ടിയായിരുന്നു ഈ മോഡൽ കൂടുതലായി ഉപയോഗിച്ചത്. ജിപ്സി കൂടുതലായിട്ട് ഉപയോഗിച്ചത് ആർമിക്ക് വേണ്ടി തന്നെയായിരുന്നു. ഏകദേശം 30 വർഷത്തിലേറെ കാലം ഒഫീഷ്യൽ വെഹിക്കിൾ ആയിരുന്നു. കാശ്മീരിലും നോർത്ത് ഈസ്റ്റ് പോലെയുള്ള കഠിനമായ പ്രദേശങ്ങളിലും ജിപ്സിയാണ് കൂടുതൽ ഉപയോഗിച്ചത്. മാത്രമല്ല റാലികളിലും ജിപ്സി തന്നെയായിരുന്നു മെയിൻ താരം. റെഡ് ഡേ ഹിമാലയ പോലെയുള്ള ഹിമാലയൻ റാലികളിൽ ജിപ്സി മാത്രമാണ് ഏറ്റവും അധികം കാണപ്പെട്ടത്. പ്രൈവറ്റ് റാലി ഡ്രൈവേഴ്സിനും മോട്ടോർ സ്പോർട്ട് ലവേഴ്സിനും ഇത് ഫേവറേറ്റ് കാർ ആയിരുന്നു. ഈസി മെയിന്റനൻസ്, ചീപ്പ് സ്പെയർ പാർട്സ്, സ്ട്രോങ് ബിൽഡ് ഇവയൊക്കെയായിരുന്നു കാരണം. എന്നാൽ പിന്നീട് സേഫ്റ്റി റൂൾസും എമിഷനും ഒക്കെ കടുപ്പിച്ചതിനാൽ 2019 മാരുതി ജിപ്സി പ്രൊഡക്ഷൻ ഒഫീഷ്യലി സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ആർമി സ്പെഷ്യൽ ഓർഡറിന് വേണ്ടി കുറെ കാലം കൂടി സപ്ലൈ ചെയ്തു. ഇന്നും ഇന്ത്യയിൽ കാർ ലവേഴ്സിനും ഓഫ് റോഡ് ഫാൻസിനും ജിപ്സി ഒരു ഡ്രീം കാർ തന്നെയാണ്. എന്തിന് യൂസ്ഡ് മാർക്കറ്റിൽ പോലും ജിപ്സിക്ക് വലിയ ഡിമാൻഡ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഓഫ് റോഡ് വാഹനം ഏതാണെന്ന് കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കല്ല്.